സെൽ അഥവാ കോശം. കോശത്തെ പറ്റിയുള്ള പഠനമാണ് സൈറ്റോളജി. സെൽ എന്ന ലാറ്റിൻ ഭാഷക്കർത്ഥം ചെറിയ മുറി എന്നാണ്. കോശം ആദ്യമായി കണ്ടെത്തിയത് റോബർട്ട് ഹുക്കാണ്. കോശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആദ്യത്തെ പുസ്തകമാണ് മൈക്കോഗ്രാഫിയ. റോബർട്ട് ഹുക്കാണ് മൈക്കോഗ്രാഫിയ എന്ന ഗ്രന്ഥം എഴുതിയത്. ഇനി കോശ സിദ്ധാന്തം പ്രപ്പോസ് ചെയ്തത് MJ ശ്രീധരനും പീറ്റർ ഷാനുമാണ്. കോശ സിദ്ധാന്തം മുന്നോട്ട് വെച്ച രണ്ട് മുഖ്യ ആശയങ്ങളാണ്: എല്ലാ ജീവശരീരവും കോശനിർമ്മിതമാണ്. ജീവികളുടെ ഘടനാപരവും ജീവധർമ്മവുമായ അടിസ്ഥാന ഘടകങ്ങളാണ് കോശങ്ങൾ. കോശത്തിന്റെ ഫംഗ്ഷൻ എന്താണ്? അന്യവസ്തുക്കളെ റെസിസ്റ്റ് ചെയ്യുക, ജൈവ തന്മാത്രകളുടെ നിർമ്മാണം, ഊർജ നിർമ്മാണം. ജീവനുള്ള കോശം ആദ്യമായി കണ്ടെത്തിയത് ആന്റൺ വാൻ ലീവൻഹുക്ക്. ഇനി നമുക്ക് കുറച്ചു ശാസ്ത്രജ്ഞന്മാരുടെ പേരുകൾ നോക്കാം. ആദ്യമായി റോബർട്ട് ബ്രൗൺ. കോശകേന്ദ്രം കണ്ടെത്തിയത് റോബർട്ട് ബ്രൗൺ ആണ്. കേന്ദ്രത്തെ ന്യൂക്ലിയസ് എന്ന് വിളിച്ചത് റോബർട്ട് ബ്രൗൺ ആണ്. MJ ശ്രീധരൻ സസ്യശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തി. തിയോഡർ ഷാൻ ജന്തുശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തി. റുഡോൾഫ് വുർഷോ നിലവിലുള്ള കോശങ്ങളിൽ നിന്ന് മാത്രമാണ് പുതിയ കോശങ്ങൾ ഉണ്ടാകുന്നതെന്ന് നിഗമനം രൂപീകരിച്ചു. ജീവനുള്ള കോശം ആദ്യമായി കണ്ടെത്തിയത് ആന്റൺ വാൻ ലീവൻഹുക്ക്. ഇനി നമുക്ക് കുറച്ചു കോശത്തിന്റെ ജീവധർമ്മങ്ങൾ. കോശങ്ങളിൽ നിന്ന് ഊർജം സ്വതന്ത്രമാക്കുന്നു, ജൈവ തന്മാത്രകൾ നിർമ്മിക്കുന്നു, അന്യവസ്തുക്കളെ പ്രതിരോധിക്കുന്നു. ഇനി സസ്യകോശം കണ്ടെത്തിയത് MJ ശ്രീധരൻ, ജന്തുകോശം കണ്ടെത്തിയത് തിയോഡർ ഷാൻ. കോശത്തിന്റെ ജീവധർമ്മങ്ങൾ. കോശങ്ങൾ നമുക്കൊരു ജീവകോശത്തിന്റെ സ്ട്രക്ചർ ഒന്ന് നോക്കാം. അനിമൽ സെൽ. ഇവിടെ ആദ്യം തന്നിരിക്കുന്ന ഒരു ഗ്രാഫിക്കൽ ചിത്രമാണ്. രണ്ടാമതായി തന്നിരിക്കുന്നത് നമുക്ക് എളുപ്പത്തിൽ പഠിക്കുന്നതിന് വേണ്ടി നമുക്ക് തയ്യാറാക്കാവുന്ന ഒരു സ്ട്രക്ചറാണ്. ഓരോ പാർട്ടായിട്ട് നമുക്ക് നോക്കാം. കോശത്തിലെ ഏറ്റവും പുറമേയുള്ള ഭാഗമാണ് കോശസ്തരം. ഇതാണ് കോശസ്തരം. കോശസ്തരത്തിന് നമുക്ക് ഇംഗ്ലീഷിൽ സെൽ മെംബ്രെയിൻ അല്ലെങ്കിൽ സെൽ വാൾ എന്നൊക്കെ പറയാം. കോശത്തിന്റെ ആവരണമാണ് കോശസ്തരം. കോശസ്തരത്തിന് വിവിധ പാളികളുണ്ട്. നമുക്ക് കോശസ്തരത്തിൽ കൊണ്ട് നിർമ്മിച്ച പാളികളുണ്ട്, അതേപോലെ കൊഴുപ്പ് കൊണ്ട് നിർമ്മിച്ച പാളികളുമുണ്ട്. കോശസ്തരം ഒരു വരണധാര്യ സ്തരമാണ്, അഥവാ ഒരു അർദ്ധധാര്യ സ്തരമാണ്. അതിനാവശ്യമുള്ള വസ്തുക്കളെ മാത്രമേ അത് അതിനകത്തേക്ക് കടത്തിവിടൂ. ഒരു കോശഭിത്തി ഇവിടെ മാർക്ക് ചെയ്ത് ശ്രദ്ധിച്ചോ. ഈ കോശഭിത്തി ജന്തുകോശങ്ങളിൽ ഉണ്ടാവുകയില്ല. ജന്തുകോശവും സസ്യകോശവും തമ്മിലുള്ള പ്രധാന ഒരു വ്യത്യാസമാണ് കോശഭിത്തി. കോശഭിത്തി സസ്യകോശങ്ങളിലാണ് കാണുക, ജന്തുകോശങ്ങൾ കോശഭിത്തി കാണുകയില്ല. ജീവദ്രവ്യം. കോശസ്തരത്തിനുള്ളിലെ എല്ലാ പദാർത്ഥങ്ങളെയും ചേർത്ത് അറിയപ്പെടുന്നതാണ് ജീവദ്രവ്യം അഥവാ പ്രോട്ടോപ്ലാസ്മ. ജീവദ്രവ്യത്തിനുള്ളിൽ മർമ്മം ഒഴികെയുള്ള ഭാഗമാണ്. ഈ ഭാഗമാണ് മർമ്മം. ഈ മർമ്മം ഒഴികെയുള്ള ബാക്കി ഭാഗങ്ങളെ അറിയപ്പെടുന്ന പേരാണിത് കോശദ്രവ്യം. കോശദ്രവ്യവും മർമ്മവും കൂടി ഉള്ള ആകെ ഭാഗങ്ങൾ ജീവദ്രവ്യം എന്ന് അറിയപ്പെടുന്നു. കോശദ്രവ്യത്തിനെ നമുക്ക് സൈറ്റോപ്ലാസം എന്ന് വിളിക്കുന്നു. നമുക്ക് അടുത്തതായി നോക്കാൻ പോകുന്ന ഭാഗമാണ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. മർമ്മത്തിന് താഴെയായി ഈ കാണുന്ന ഭാഗമാണ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. കോശത്തിന് ദൃഢത, ആകൃതി എന്നിവ നൽകുന്ന എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലമാണ്. അതുപോലെ തന്നെ ഇതിനെ കോശാസ്ഥികൂടം എന്നും അറിയപ്പെടുന്നു. ഒരുപാട് തവണ ചോദിച്ച ക്വസ്റ്റ്യനാണ്. കോശാസ്ഥികൂടം എന്നറിയപ്പെടുന്നത് എന്താണ്? എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. അതുപോലെ കോശത്തിന് ദൃഢത,
ആകൃതി എന്നിവ നൽകുന്നു. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിനെ നമ്മൾ മലയാളത്തിൽ അന്തർദ്രവ്യ ജാലിക എന്ന് പറയുന്നു. അതുകൊണ്ട് തന്നെ ഇതിന്റെ പേര് പോലെ തന്നെ കോശത്തിനുള്ളിലെ സഞ്ചാരപാത എന്നും കൂടി എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം അറിയപ്പെടുന്നു. അടുത്തതായി നമുക്ക് റൈബോസം നോക്കാം. കോശത്തിനുള്ളിൽ ഇതുപോലെ ചെറിയ സ്പോട്ടുകളായിട്ട് കാണുന്നില്ല ഇവിടെ, ഇതുപോലെ ചെറിയ സ്പോട്ടുകളായിട്ട് കാണപ്പെടുന്ന ഭാഗങ്ങളാണ് റൈബോസോം. റൈബോസോമിനെ കോശത്തിലെ മാംസ്യം, പ്രോട്ടീൻ എന്നിവയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ശരീരത്തിലെ പ്രോട്ടീൻ ഫാക്ടറി എന്നറിയപ്പെടുന്നു. റൈബോസോമുകൾ കോശത്തിനുള്ളിൽ സ്വതന്ത്രമായും കൂട്ടമായും കാണപ്പെടുന്നു. നമുക്ക് അടുത്തായിട്ട് ഗോൾഗി അപ്പാരറ്റസ് അല്ലെങ്കിൽ ഗോൾഗി കോംപ്ലക്സ് നമുക്ക് അടുത്തായിട്ട് എന്ന ഭാഗത്തിനെ കുറിച്ച് നോക്കാം. കോശത്തിനുള്ളിലെ എൻസൈംസ്, അതേപോലെ ഹോർമോൺ, ശ്ലേഷ്മസ്തരം എന്നിവ ഒരു പ്രത്യേക തരം സ്തരസഞ്ചികളിലാക്കി സൂക്ഷിക്കുന്നു. ഈ സ്തര സഞ്ചികളെ നമുക്ക് വെസിക്കിൾസ് എന്ന് പറയാം. കോശത്തിനുള്ളിലെ എൻസൈംസ് ഗ്രന്ഥി കോശങ്ങളിലാണ് കൂടുതലായി ഗോൾഗി കോംപ്ലക്സ് കാണപ്പെടുന്നത്. കോശാംഗങ്ങൾ ജീവധർമ്മങ്ങളുടെ നിർവഹണത്തിനായി കോശദ്രവ്യത്തിൽ കാണപ്പെടുന്ന സവിശേഷ ഘടകങ്ങളാണ് കോശാംഗങ്ങൾ. ഈ സെല്ലിൻ്റെ ഉള്ളിൽ കോശദ്രവ്യത്തിൽ കാണപ്പെടുന്ന ആളുകളാണ് കോശാംഗങ്ങൾ. അതിൽ ആരൊക്കെയുണ്ട്? ഒന്ന് ഇവിടെ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഉണ്ട്, റൈബോസോം ഉണ്ട്, മൈറ്റോകോൺട്രിയ ഉണ്ട്, ലൈസോസോം ഉണ്ട്, ഗോൾഗി ബോഡീസ് ഉണ്ട്, ഫാനം ഉണ്ട്, എന്താ ഇവിടെ 6 ഫാനം ഉണ്ട്. അതുപോലെ പ്ലാന്റ് സെല്ലിൽ സസ്യത്തിൽ മാത്രം കാണപ്പെടുന്ന പ്ലാസ്റ്റിഡ്സ് ഉണ്ട്, സെൻട്രോസോമുകളും ഉണ്ട്. കോശാംഗങ്ങൾ ജീവധർമ്മങ്ങളുടെ നിർവഹണത്തിനായി കോശദ്രവ്യത്തിൽ കാണപ്പെടുന്ന സവിശേഷ ഘടകങ്ങളാണ് കോശാംഗങ്ങൾ. ഈ സെല്ലിൻ്റെ ഉള്ളിൽ കോശദ്രവ്യത്തിൽ കാണപ്പെടുന്ന ഒരു കോശത്തിന് ആവശ്യമായ ഊർജം നിർമ്മിക്കുന്നത് കോശത്തിലെ മൈറ്റോകോൺട്രിയ ആണ്. അതേപോലെ തന്നെ ഊർജ്ജം ഉൽപ്പാദിക്കുന്നതിനും സംഭരിക്കുന്നതിനും സഹായമായ കോശഭാഗമാണ് മൈറ്റോകോൺട്രിയ. അതുകൊണ്ട് തന്നെ കോശത്തിൻ്റെ പവർ ഹൗസ് എന്നും നമുക്ക് മൈറ്റോകോൺട്രിയ അറിയപ്പെടുന്നു. കരൾ, തലച്ചോറ്, പേശികൾ എന്നിവയിൽ കൂടുതലായി കാണപ്പെടുന്ന കോശഭാഗമാണ് മൈറ്റോകോൺട്രിയ. ഒരു കോശത്തിന് ആവശ്യമായ ഊർജം നിർമ്മിക്കുന്നത് കോശത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് മർമ്മം. സർക്കുലർ ആകൃതിയിൽ കാണുന്നതാണ് മർമ്മം. മർമ്മത്തിനുള്ളിൽ വൃത്താകൃതിയിൽ കാണപ്പെടുന്ന ഒരു ഭാഗമുണ്ട്. ഇതിനാണ് നമ്മൾ മർമ്മകം എന്ന് പറഞ്ഞത്. കോശത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് മർമ്മം. ഇതാ ഇവിടെ ന്യൂക്ലിയോലസ് എന്നിവിടെ കാണിച്ചിരിക്കുന്നു. ഈ ഭാഗമാണ് മർമ്മകം. റൈബോസം നിർമ്മാണത്തിൽ മുഖ്യ പങ്ക് വഹിക്കുന്ന ഘടകമാണ് മർമ്മകം. ഇതാ ഇവിടെ ന്യൂക്ലിയോലസ് എന്നിവിടെ കാണിച്ചിരിക്കുന്നു. ഈ അന്തർദ്രവ്യ ജാലികയുടെ മടക്കുകളിലൊക്കെ നമുക്ക് റൈബോസോമിനെ കാണപ്പെടാം. അതുപോലെ തന്നെ നമ്മുടെ പ്ലാസ്മ സ്തരവും മർമ്മസ്തരവും ബന്ധിപ്പിച്ച് ജാലിക പോലെ നിൽക്കുന്നവയാണ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്ന് പറയുന്നത്. നമുക്ക് മർമ്മത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ നോക്കാം. ആദ്യത്തെ ഭാഗം നമ്മൾ പരിചയപ്പെട്ടു, മർമ്മകം. ഇനി രണ്ടാമത്തെ ഭാഗമാണ് മർമ്മസ്തരം. മർമ്മത്തെ ആവരണം ചെയ്ത് കാണുന്ന ഇരു പാളികളുള്ള സ്ഥലമാണ് മർമ്മസ്തരം. അടുത്തൊരാളാണ് മർമ്മരന്ധ്രം. മർമ്മത്തിനകത്തേക്കും പുറത്തേക്കുമുള്ള പദാർത്ഥങ്ങളുടെ സംവഹനത്തിന് സഹായിക്കുന്ന ഭാഗമാണ് മർമ്മരന്ധ്രം. മർമ്മത്തിലെ സുഷിരങ്ങൾ കാണപ്പെടുന്ന ഭാഗമാണ് മർമ്മരന്ധ്രം. ന്യൂക്ലിയർ പോർസ് എന്ന് പറയുന്നു. ജീനുകൾ ഉൾക്കൊള്ളുന്ന മർമ്മത്തിനുള്ളിലെ ഭാഗമാണ് ക്രൊമാറ്റിൻ ജാലിക, ക്രൊമാറ്റിൻ റെറ്റിക്കുലം എന്ന് പറയും. മർമ്മത്തിനുള്ളിലെ ദ്രാവക ഭാഗമാണ് മർമ്മദ്രവ്യം, ന്യൂക്ലിയർ പ്ലാസ്മ എന്ന് അറിയപ്പെടുന്നു. ഈ അന്തർദ്രവ്യ ജാലികയുടെ മടക്കുകളിലൊക്കെ നമുക്ക് റൈബോസോമിനെ കാണപ്പെടാം.
അതുപോലെ തന്നെ നമ്മുടെ പ്ലാസ്മ സ്ഥലവും മർമ്മസ്ഥലവും ബന്ധിപ്പിച്ച് ജാലിക പോലെ നിൽക്കുന്നവയാണ് എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം എന്ന് പറയുന്നത്. നമുക്ക് മർമ്മത്തിൻ്റെ വിവിധ